ഇതിൽ ഈ കോൺട്രവേഴ്സിയുടെ കോൺട്രിബ്യൂഷൻ ഞാൻ ആദ്യമായി കേട്ടി റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന പ്രയോഗം വരുന്നത് റീസെന്റ് ഉണ്ടായ കേസിലാണ് വരുന്നത്. അപ്പൊ അതിനെതിരെയുള്ള ഒരു ആരോപണം എന്ന് വെച്ചാൽ സ്വന്തം ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അല്ല, ഞാനത് ചോദിക്കട്ടെ, എത്രയോ ഒന്നുമല്ല. What a foolish argument is that? ഞാൻ അതാണ് ആ സമയത്ത് ഫേസ്ബുക്കിൽ മുഴുവൻ എഴുതിയിരുന്നത് അതാണ്, that this is something we have been practicing in our IC, ഞങ്ങളുടെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ ഞങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ജോലി അതിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യമാണിത്. ഇത് നീതി എന്ന് വെറുതെ അല്ല എഴുതി വെച്ചിരിക്കുന്ന ബാക്കിൽ, നീതിയാണ്, അല്ലാതെ ഈ ബിനീഷ് കൊടിയേരിയുടെ ഭാര്യയോട് ചെയ്ത പോലത്തെ പണിയല്ല. ഓക്കെ, കോടതിക്ക് പുറത്തു പോയിട്ട് എന്തെങ്കിലും സെറ്റിൽ ചെയ്യുകയല്ല ചെയ്യുന്നത്. ദിസ് ഇസ് ഡൺ ഇൻ കോർട്ട് ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റിസ്, നത്തിങ് ലെസ് ദാൻ ദാറ്റ്. ഓൺലി ഡിഫറൻസ് ഇസ് മറ്റേത് ഇങ്ങനത്തെ കേസിൽ ഈ മുറിവേറ്റ ആൾക്കൊന്നും പറയാനില്ല. അതിൻ്റെ മുറിവേറ്റയാൾക്ക് വേണ്ടിയല്ല ഈ സ്റ്റേറ്റാണ് നിൽക്കുന്നത്, സ്റ്റേറ്റിൻ്റെ ആൾ, അവർക്ക് സേയൊന്നുമില്ല. അപ്പോൾ അവരുടെ മുറിവ് സാധാരണഗതിയിൽ മറ്റേ ആളെ പിടിച്ച് ജയിലിലിട്ടാൽ ഇറ്റ് റിമെയിൻസ് ആസ് ബാഡ്. അതേപോലെ ഈ അറസ്റ്റ് ചെയ്ത് ജയിലിലായി കുറ്റം തെളിയിക്കപ്പെട്ട ആൾ, അയാൾ ഒരുതരം വൈരാഗ്യ ബുദ്ധിയോടെയാണ് പോണത്. ഞാൻ അടുത്തവണ ഇന്ന് ഇറങ്ങിയിട്ട് വേണം ഇനി അടുത്ത് ചെയ്യാന്നുള്ളത്. ഇത് ഈ രണ്ട് ആറ്റിറ്റ്യൂഡ്സും മാറ്റണം എന്നുള്ളതാണ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ. എത്രയോ എഴുതി അത്, പക്ഷെ അത് ആ സമയത്ത് ഇവർക്ക് ആർക്കും അത് CPM-ൻ്റെ താല്പര്യമാണ്. സിവിക് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈസ് ക്യാച്ചായിരുന്നു. വെച്ചാൽ ഇത്രയും കാലം എന്തെല്ലാം പ്രലോഭനങ്ങൾ കൊടുത്തിട്ടും ഇവരുടെ ഒരു അവാർഡ് മേടിക്കാനോ ഇവരുടെ ഒരു കമ്മിറ്റിയിലിരിക്കാനോ ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അയാൾക്ക് കിട്ടുന്ന പിന്നെ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അയാളെ ഒന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് CPM-കാർക്ക് ഭയങ്കര ഒരു നേട്ടമാണ്. ആ നേട്ടം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ അജിതയായാലും എനിക്ക് യാതൊരു സംശയവുമില്ല ആ സമയത്ത് അവരെല്ലാം CPM-ന് വേണ്ടി പണിയെടുത്തവരാണ്. സോ അതിനേക്കാളും ഇപ്പം മൃദുലയും ഉഷയും പോട്ടെ, സിവിക് ചന്ദ്രന് അവരുടെ അങ്ങനെ ഒരു വിരോധമുണ്ട്, അങ്ങനെ കുറേ പേര് കൊണ്ടുപോയി എന്ന് വയ്ക്കാം. പക്ഷേ വാട്ട് അബൌട്ട് ഉഷയും മൃദുലയും കേരളത്തിലെ ഫെമിനിസത്തിൽ മലയാളി ഫെമിനിസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾക്കാർ തന്നെയായിരുന്നു. സാധാരണ എനിക്കറിഞ്ഞൂടെ, ബാക്കി എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പം പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം നോർവേയിലൊക്കെ ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവിടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പം മുതിർന്ന ഫെമിനിസ്റ്റുകൾ ആദ്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലോസ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ക്ലോസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അതിലോട്ട് ഈ സൈബർ വെട്ടുകിളികളെ ഒന്നും കയറ്റുമൊന്നുമില്ല. ഓൺലി ഫെമിനിസ്റ്റ് ആർ അലൗഡ് ആൻഡ് അവിടെ വന്നിട്ട്, സോ ഇറ്റ്സ് എ സേഫ് സ്പേസ്. അപ്പോൾ അവിടുത്തെ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ഫെമിനിസ്റ്റുകളോട് സംസാരിക്കും, എന്താ സംഭവിച്ചത്, വാട്ട് ഹാപ്പൻ, എന്തായിരുന്നു അവിടെ നടന്ന കാര്യം, രണ്ട് സൈഡിൽ നിന്നും കേൾക്കും, ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ അനുഭവം എന്തായിരുന്നു. ദെൻ ദർ ഇസ് ദർ ഇസ് എ ഡിസ്കഷൻ ദാറ്റ് ഗോസ് ഓൺ എമംഗ് ഫെമിനിസ്റ്റ്. അപ്പോൾ ആ സമയത്ത് സർവൈവേഴ്സിന് വേറെ കേസുകളിലുള്ള സർവൈവേഴ്സ് ഉണ്ടാവാം ഹു മൈറ്റ് വാണ്ട് ടു ടോക്ക്, എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു സേഫായ ഇടം ഉണ്ടാക്കും. എന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ അതിന് പകരം ഉഷയും മൃദുലയും അങ്ങ് എറിഞ്ഞു കൊടുക്കുക ചെയ്ത്. സോ വാട്ട് അവരൊതുക്കാനൊന്നും ശ്രമിച്ചില്ല. അവർ IC നമ്മൾ സ്ഥാപനങ്ങളിൽ നടത്തുന്നവർ, അതാ പറഞ്ഞേ, നിങ്ങൾക്ക് ആ ഇംപ്രഷൻ എവിടുന്നാണ് കിട്ടിയത്? ഈ പറഞ്ഞ വാചകയില്ലേ, നിങ്ങൾക്ക് ആ ഇംപ്രഷൻ എവിടുന്നാണ് കിട്ടിയത്? യു ഗോട്ട് ഇറ്റ് ഫ്രം ദാറ്റ് ഡിസ്കഷൻ. സോ ദാറ്റ് ഇസ് നോട്ട് ഹൗ ഇറ്റ് ഹാപ്പൻ. ബട്ട് ദീസ് വിമൻ ഹാഡ് അവർക്ക് എങ്ങും പറയാനും ഒരിത് കിട്ടി, അവരോടത്തൊന്നും ചോദിച്ചുമില്ല. അതിന് മുമ്പേ അവരെ അങ്ങ് കുറ്റവാളികളാക്കി അവരെ അങ്ങേയറ്റം ഡെനിഗ്രേറ്റ് ചെയ്ത് അവരെ അത് കണ്ടോണ്ടിരിക്കാൻ ഞാൻ മിണ്ടാതിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഐ കുഡ് ഹാവ് സ്റ്റേഡ് ജസ്റ്റ് ക്വയറ്റ്. അല്ല, അതാ പറഞ്ഞ ആ ഇംപ്രഷൻ തടയാനുള്ള ബാധ്യത കേരളത്തിലെ ഫെമിനിസ്റ്റുകൾക്കുണ്ടായിരുന്നു. അതവർ ആദ്യം തന്നെ, കാരണം ഉഷ എന്ന് പറയുന്നത് ഉഷയുടെ കോൺട്രിബ്യൂഷനൊന്നും ആർക്കും, അജിതയ്ക്കുള്ള അത്ര തന്നെ കോൺട്രിബ്യൂഷൻ ഉഷയ്ക്കുമുണ്ട്, രേഖാരാജിനുള്ള അത്ര തന്നെ കോൺട്രിബ്യൂഷൻ മൃദുലയ്ക്കുമുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ സ്ത്രീകളുടെ വശം ഒന്ന് കേൾക്കുക എന്നുള്ളത് സാമാന്യ മര്യാദ, സിസ്റ്റർഹുഡ് എന്നൊക്കെ പറഞ്ഞാൽ പോരാ. അപ്പോൾ അതിന് പകരം അവരെ കൊണ്ടുവന്ന് എന്തും ആർക്കും പറയാം എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്ത് അത് ഓരോ ഷെയർ കഴിയുമ്പോഴും എന്താണെന്ന് വെച്ചാൽ നാലാമത്തെ ഷെയർ കഴിയുന്ന ആൾക്ക് ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി, ദൂരേന്ന് വിസ്തരിച്ചിങ്ങനെ കേട്ടിട്ടുള്ള അവർ ദേവിക അവളെ വേണ്ട പ്രൊഫസറോ അങ്ങനത്തെ എന്തോ ഒരുത്തി, അവൾ ഭയങ്കരയാവാനാണ് ചാൻസ്, എന്നാൽ പിന്നെ അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്, മനസ്സിലായോ? സോ ഇതിൻ്റെ ലോജിക്ക് നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട്
ആദ്യം ചെയ്യേണ്ടത് ഒരു ക്ലോസ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ സീനിയർ ഫെമിനിസ്റ്റുകൾ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത്? ദേ ഷുഡ് ഹാവ് ഇന്റർവീൻ. ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല സിവിക് ചന്ദ്രനെ രക്ഷിക്കണമെന്ന്, ആരും പറഞ്ഞിട്ടില്ല ഇവിടെ. ഇത് ആരാ ഇത് പറഞ്ഞതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് സാർ. ഈ പൊറുക്കൽ രീതിയിൽ പറയുന്ന ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് ആൾക്കാർ പലരും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരു വിക്ടിമിനെ എടുക്കുക, സ്ത്രീയെ എടുക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആരാണ് ഈ സാധാരണ വിക്ടിം? കാരണം എനിക്കറിയാവുന്ന ഒരു സാധാരണ വിക്ടിമിനെ പറ്റിയും ഈ പറയുന്ന ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ആരും മിണ്ടാറില്ല. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. CPM-ന്റെ ഒരു പിന്തുണയില്ല, സ്റ്റേറ്റിന്റെ പിന്തുണയില്ല, ഒരു സാധാരണ ദേവികയുടെ പിന്തുണയില്ല, ഒരു സാധാരണ സ്ത്രീ, ഒരു അജ്ഞാത, അവരൊരു വിക്ടിം, ഇതുപോലെ ഒരു ക്രൈമിന് അവര് വിധേയമാകും. അവര് സാധാരണ എന്ത് ചെയ്യുക? അവര് നേരെ പോലീസിൽ പരാതി കൊടുക്കുകയോ അത് ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്യും. ഈ ദേവിക പറയുന്ന ഈ പൊറുക്കൽ നീതിയുടെ ഒരു പ്രായോഗിക വശം എവിടെയാണ് ഇതിൽ വരിക? അല്ല, ഞാനൊരു കാര്യം കേട്ടെ, ഇവിടെ പ്രായോഗിക വശത്തെക്കുറിച്ച് ആദ്യം തിയററ്റിക്കലായിട്ടെങ്കിലും അതൊരു സാധ്യതയാണെന്ന് അംഗീകരിച്ചിട്ട് വേണ്ട ഈ പ്രായോഗിക സാധ്യതയെക്കുറിച്ച് പറയാൻ. നിങ്ങൾ തിയററ്റിക്കലി അംഗീകരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ആവറേജ് വിക്ടിമിന് എങ്ങും ഒരു നീതിയും കിട്ടുന്നില്ല. ഇൻഫാക്ട് നേരെ തിരിച്ചാണ്. അങ്ങനെ നീതി കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ആ അനീതിക്ക് എതിരെ സർക്കാരിൻ്റെ അടുത്ത് പരാതി പറയാൻ പോയ സ്ത്രീകളുടെ പുറത്ത് കൂടുതൽ അനീതി. നിങ്ങൾ ആരെങ്കിലും ആ PG മനു എന്ന് പറഞ്ഞ ഒരു പ്രോസിക്യൂട്ടറെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇതുപോലെ സാധാരണ സ്ത്രീകൾ പറയുന്ന പോലെ അജ്ഞാതകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടാണ് അവരെ വീണ്ടും വിക്ടിമൈസ് ചെയ്തത്. അവരുടെ വിക്ടിമൂഡിനെ 10 ഇരട്ടി ആക്കാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ നീതി ഈ സോ കോൾഡ് റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. പക്ഷെ എന്തുകൊണ്ടാണ് റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസിൻ്റെ സാധ്യത ഉപയോഗിച്ചിട്ട് ഈ സ്ത്രീകളെ 4-5 തവണ പിന്നെയും വിക്ടിമൈസ് ചെയ്യുന്നത്? അത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ബ്രേക്ക് ഡൗൺ അവസ്ഥയിലാണെന്നത് നമുക്കറിയാം. മാത്രമല്ല, അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഒരു വലതുപക്ഷ ചായ്വും കൂടി കാര്യമായിട്ട് വരുന്നൊരു ആരെങ്കിലും നിഷേധിക്കുമോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വലതുപക്ഷ ചായ്വില്ല എന്ന്? അപ്പോൾ അത് വർദ്ധിച്ചു വരുന്ന ഒരു അവസരത്തിൽ ഇഫ് യു ലുക്ക് അറ്റ് ഹൗ ഇപ്പോൾ കഴിഞ്ഞ ഈ കേസ്, ഇപ്പം നമ്മൾ ഹാദിയ കേസിനും അനുപമ കേസിനും പറഞ്ഞാലും ശരിക്കും അതൊരു അവിടെ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ഒരു മുസ്ലിം പുരുഷനും ഒരു ദളിത് പുരുഷനും തന്നെയാണ്, അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു റൈറ്റ് വിങ് ചായ്വ് ഭരണകൂടത്തിന് കൂടിക്കൂടി വരുമ്പോൾ വി ഹാവ് ടു തിങ്ക് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് അതർ ഓൾട്ടർനേറ്റീവ്സ്. ആൻഡ് അത് തിയററ്റിക്കൽ ലെവലിൽ ആദ്യം ഞാനിപ്പം ഇവിടുത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒന്നും അല്ലല്ലോ നാളെ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തുടങ്ങാമെന്ന് പറയാം. ഐ ക്യാൻ ഓൺലി ആസ് ഒരു ചർച്ചയ്ക്ക് വയ്ക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യുക, തിയററ്റിക്കലി വാട്ട് ഈസ് പോസിബിൾ, അത് പിന്നെ പ്രാക്ടിക്കലാകാൻ. സോ അത് ഞാനിത് വലിച്ചു കൊണ്ട് വന്നത് തന്നെ ഇത്രയും ആൾക്കാർ ഈ വിഷയത്തിൽ സീരിയസ്ലി ഇതുപോലെ തുടക്കത്തിലൊന്നും ഇറ്റ് വാസ് നോട്ട് അക്സെപ്റ്റബിൾ. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായ കാര്യം, ചെറിയ സ്ഥാപനമാണ്, അവിടെ എല്ലാവർക്കും നീതി കിട്ടിയെന്നൊരു തോന്നലില്ലെങ്കിൽ, ഈ തെറ്റ് ചെയ്തയാൾ ആത്മാർത്ഥമായിട്ടും മാറിയില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിലും അഗ്രീവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ കൊടുത്താൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ ഒതുക്കി വിടുകയല്ല, മറിച്ച് ആ ശിക്ഷ കൊടുക്കുമ്പോൾ ഈ വ്യക്തി ശിക്ഷ കിട്ടുന്നയാൾ അയാളുടെ മനസ്സ് മാറുകയും ഈ ആരുടെ പുറത്താണോ ആ കുറ്റത്തിൻ്റെ ഭാരം മുഴുവൻ സഹിക്കേണ്ടി വന്ന ആൾ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യും. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ വീണ്ടും ഇവർ തമ്മിലല്ല, ആ ടെൻഷൻ ഇങ്ങനെ തുടരും.